ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ ഒരു അഗ്നി മനുഷ്യനാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ മാന്ത്രിക ശക്തിയിൽ നിന്നും മുക്തനാവുകയാണ്. അങ്ങനെ അഗ്നി മനുഷ്യനാണെങ്കിൽ അതിൽ നിന്നും എഴുന്നേറ്റ് അങ്ങോട്ട് വരികയാണ്. ഇതേസമയം ഷാത്തിർ പരിയും അതുപോലെ തന്നെ കുട്ടുമാനാണെങ്കിൽ തന്നെ ആ ഒരു അഗ്നി മനുഷ്യനോട് തങ്ങൾ വന്ന കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നില്ല. അഗ്നി മനുഷ്യനാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അങ്ങോട്ട് നടന്നു വരികയാണ്. ഇതേ സമയത്ത് കുട്ടുമാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞാൻ കുട്ടുമാനാണ്, ഞങ്ങളാണ് മുക്തനാക്കിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു അഗ്നി മനുഷ്യനാണെങ്കിൽ ഇതൊന്നും തന്നെ കേൾക്കുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല. മാത്രമല്ല ഒരു അഗ്നി മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അഗ്നിയുടെ ആ ശക്തികളെല്ലാം തന്നെ കുട്ടുമാൻ്റെയും അതുപോലെ തന്നെ ദുഷ്ടദേവതയുടെയും മേൽ പ്രയോഗിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും എന്തെന്ന് പറഞ്ഞിട്ടും ആ ഒരു അഗ്നി മനുഷ്യനാണെങ്കിൽ കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ നിന്നും നടന്നകലുവാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ റാണി ദേവതയും മറ്റു ദേവതമാരെല്ലാവരും തന്നെ മാന്ത്രിക നദിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. മാന്ത്രിക നദിയിൽ നിന്നും കുറച്ച് വെള്ളമെടുക്കുവാനാണ് അവർ വന്നിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ഡുണ്ടുമാൻ നാലാമനാണെങ്കിൽ ആ ഒരു മാന്ത്രിക ജലം എടുക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ എല്ലാം തന്നെ ഒരു വലിയ ഭൂകമ്പം അനുഭവപ്പെടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡുണ്ടുമാൻ നാലാമൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഭൂമി പൊളിയുകയാണ്. അതിനുള്ളിലേക്ക് ഡുണ്ടുമാൻ നാലാമൻ വീഴുകയാണ്. ഇതേ സമയത്ത് തന്നെ ദേവതമാരും ബാലവീറും എല്ലാവരും തന്നെ വളരെയധികം പേടിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. ഇതേ സമയത്താണ് അത്ഭുത ദേവതയുടെ പുതിയൊരു മെഷീനുമായിട്ട് അങ്ങോട്ട് നമ്മുടെ ഡുണ്ടുമാൻ വരുന്നത്. ഡുണ്ടുമാനാണെങ്കിൽ ആ ഒരു മെഷീൻ ഉപയോഗിച്ച് മുകളിലോട്ട് പറന്നു വരികയാണ്. ഇത് കണ്ടിട്ടാണ് ദേവതമാർക്കും മറ്റ് ബാലവീറിനും എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവുമായത്. അങ്ങനെ അവർ ആ ഒരു പുതിയ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതവിടെ സംഭവിക്കുന്നത്. ആ ഒരു മാന്ത്രിക നദിയിലെ വെള്ളമുണ്ടല്ലോ കുറച്ചുകൂടെ കരഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് കണ്ട് റാണി ദേവത പറയുകയാണ്, ഇത് അസംഭവ്യമാണ്, എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് കാണിക്കുന്നത് ആ ഒരു അഗ്നി മനുഷ്യൻ്റെ അടുത്താണ്. അഗ്നി മനുഷ്യൻ്റെ അടുത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു അഗ്നി മനുഷ്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി കുട്ടുമാനും അതുപോലെ തന്നെ ദുഷ്ടദേവതയും ശ്രമിക്കുന്നുണ്ടെങ്കിലും യാതൊരു ബലവും ഉണ്ടായില്ല. ഇതേ സമയത്ത് തന്നെ അഗ്നി മനുഷ്യനാണെങ്കിൽ അവരുടെ നേരെ ശക്തികളെല്ലാം തന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അഗ്നി മനുഷ്യൻ അവിടെ നിന്നും തിരിഞ്ഞു നടക്കുകയാണ്. തിരിഞ്ഞു നടക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദേവതാലോകത്തെ ഇല്ലാതാക്കണം, ദേവതാലോകത്തിൻ്റെ സർവനാശം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുറകിലുണ്ടായിരുന്ന ദുഷ്ടദേവത പറയുകയാണ്, ഞങ്ങളുടെയും ഉദ്ദേശം അത് തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് നിന്നെ മുക്തനാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഒരു തവണ മഹാവിനാശിനിയെ കണ്ടാൽ മതി എന്ന് പറയുകയാണ്. ഇത്രയും നേരം വളരെയധികം ദേഷ്യത്തോടെ അവരുടെ മേലെ ശക്തികളെല്ലാം തന്നെ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു അഗ്നി മനുഷ്യൻ അതിന് സമ്മതിക്കുകയാണ്. അവരുടെ കൂടെ പോവാമെന്നും പറയുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബാലവീറിൻ്റെ അതുപോലെ എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ബാലവീർ മലയാളം സൈനിങ് ഓഫ്.